നമ്മൾ ഓഫറിലാണ് ഇന്നത്തെ എല്ലാരും വിളിച്ചിട്ട് പോകണം. എല്ലാരും വിളിച്ചോ. അതെ ഐശ്വര്യായിട്ട് പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കണടാ. പുള്ളിക്ക് എന്തോ ബില്ലടിക്കാതെ പുള്ളിയൊക്കെ ഇറക്കി വിട്ടല്ലോ ഓഫറായിട്ട്. വെള്ളമുണ്ട്, ചീസ് ഫ്രീ കൊടുത്താലോ? എന്ത് പറയുന്ന എന്ത് ചെയ്തെടുക്കട്ടെ. അതെ, ഞാൻ ഇവിടെ അടുത്ത് അതാ പറഞ്ഞ സെൽഫ് കൗണ്ടർ വെച്ച് കഴിഞ്ഞാൽ കൗണ്ടറിൽ നിൽക്കേണ്ട ആവശ്യമില്ല. പൈസ പോലെ അല്ല ജോക്കി, ഈ കൗണ്ടറിൽ നിക്കുന്നത് ഒരു ആക്ടിവിറ്റിയാ. അതാ സെൽഫ് കൗണ്ടർ വേണ്ടെന്ന് പറഞ്ഞേ. എന്താ ഗൂഗിൾ ഇവർ എത്ര മേടിച്ചേ? ഞാനൊന്ന് കൗണ്ടർ ചെയ്ത് നോക്കട്ടെ. ഇതെങ്ങനെയാടാ ബില്ലടിക്കുന്നത്? ഹലോ, കാർഡൊക്കെ തന്നെ കേട്ടോ. $8 ചീസ്. തിരിച്ച് പൈസ കൊടുക്കുന്നത് എങ്ങനെ? ഹലോ, പൈസ കൊടുക്കുന്നത് എണ്ണണോ? ചീസ് കൊടുത്തു പോയോ? തള പോകുന്നില്ല. ഞാനേ കൂടുതലടിക്കും. എണ്ണടാ പൊട്ടാ, 4 എണ്ണ. കട അടപ്പിക്കോ കണ്ണാപ്പി നീ? പെട്ടെന്ന് $100 ലാഭം കയറി കണ്ടില്ലാണ്. പൈസ കയറുന്നുണ്ടേട്ടാ കുറച്ച്. കട മെച്ചപ്പെടുന്നുണ്ട്. അത് പിന്നെ എങ്ങനെ മെച്ചപ്പെടായിരിക്കും? ഞാൻ മറ്റേ ഇവിടെ ക്യൂ ആയേ. ജോക്കി പെട്ടെന്ന് ജോക്കി പടപടാന്ന് അടിച്ച് ജോക്കി ആള് നിൽക്കുന്ന ജോക്കി. എടാ, ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ കൊടുക്കാവോ? അഡ്വർടൈസ്മെന്റ് നോക്കട്ടെ. വേണ്ട. ഇവരെന്താ പറയണ? പൈനാപ്പിൾ സോഡ, കോൾഡ് ബ്രൂ. നോട്ട് കണക്കറിഞ്ഞൂടാ. ആരിലൊന്നും വന്നേടാ കൗണ്ടറിലോട്ട്. എന്താ എനിക്ക് ഇതിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്. 37 രൂപ തിരിച്ചു കൊടുക്കേ. 37 ഒരു 20 ഒരു 10. ഈ കോമ കഴിഞ്ഞിട്ട് എന്താ 93 ഇട്ടേക്കുന്നത്? അപ്പൊ ഞാൻ എത്ര കൊടുക്കണം? സെന്റ് അല്ലേ? ഒരുത്തർ 50 കൊടുത്ത് വിട്ടേട്ടാ. ഇവരെന്തോ പറയുന്നു? ഓറഞ്ച് സോഡ കുറെ പേര് പറയുന്നു. അത് ഈ കണ്ണാപ്പി ഇപ്പൊ അൺലോക്ക് ആക്കിയതാണ്. അത് ആൾക്കാരെന്ന് ചോദിച്ചാ അത് സിറിയൽസ്, ഹണി സിറിയൽസോ? അതൊക്കെ അണ്ണാ 51 കൊടുക്കണ 41 കൊടുക്കാൻ 50 രൂപ കൊടുത്ത് വിട്ടു. ഞാൻ വീണ്ടും വലിച്ചു കേട്ടോ. അപ്പാപ്പന്റെ $10. കണക്കറിഞ്ഞൂടല്ലോ. കണ്ണാപ്പി ഞാൻ കൗണ്ടർ ചെയ്തോളാം. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ, എനിക്കൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞുതരാണ്. ഇവ മാറണ്ടേ? ഇവണ്ണത് ഈ ബില്ലൂടെ അടിക്കാൻ പറ്റൂ. ഇത് അടിച്ചോട്ടെ. പൈസ ഒന്നുമില്ലവൻ. അണ്ണ കള്ളരാ. പൈസ കള്ളക്കേറി അവനടിച്ച് അടി ബാക്കി കസ്റ്റമറെ അടിക്കില്ലടാ. അവ കാശ് തരാനപ്പോഴേക്ക് വിടാന്ന് വിചാരിച്ചു. കൗണ്ടർ ചെയ്ത് മാറിയടാ ദയവേത്. ഇനി എന്തോ ചെയ്യേണ്ടത് ഇവിടെ? സാധനം വരും. ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് ആ കമ്പ്യൂട്ടറിൽ പൈസ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ബാക്കി കൊടുക്കാനുള്ള പൈസ. എത്ര ബാക്കി കൊടുക്കാനുള്ള? മണി ഗിവൺ 20, മണി ടു റിട്ടേൺ 11. $11 തിരിച്ചു കൊടുക്കണമല്ലേ? ഒരു $10 എടുക്കുക, ഒരു $1 എടുക്കുക. അതെങ്ങനെ കൊടുക്കും? 10 സെന്റ് കൊടുക്കുക. അന്നേരം കറക്റ്റ് ഇവിടെ പൈസ വരും. കറക്റ്റ് പൈസ ആകുമ്പോ അണ്ണന്റെ അവിടെ വരും. ക്രെഡിറ്റ് കാർഡിന് കൂടുതൽ അങ്ങനല്ല ഇവൻ പറയുന്നല്ല. 8,90 ഉണ്ടോ? അതാണ് അണ്ണൻ കൊടുക്കേണ്ട പൈസ. 8 രൂപ കൊടുക്കണ്ടേ? 8 രൂപ കൊടുക്കേണ്ടത്. എന്താ പറയുന്നേ? അണ്ണ 8 രൂപ കൊടുത്തേ. അണ്ണ 8.90 9 രൂപ കൊടുത്തു. 10 രൂപ പോട്ടെ, 10 സെന്റ് പോട്ടെ. പോടാ 11 രൂപ അണ്ണന് കൊടുക്കേണ്ടത്. അണ്ണ ഒരു $10 ഒരു $1 കൊടു. എന്നിട്ട് ഒരു 10 സെന്റും $10 സെന്റ് അല്ലേ അത്? ഇത് 50 പേരായ ക്യൂയില് $10. ഇത് എത്ര കൊടുക്കണ്ടേ? അപ്പൊ അണ്ണ അപ്പൊ ഇല്ലേ മറ്റേ ഫയർ സെൽഫ് ചെക്കൗണ്ട് കണ്ടാ
അണ്ണ എടുക്കുന്ന കാശോ അതിൽ എടാ, ഓ 11 മനസ്സിലായി 5 സെന്റ് കൂടെ. ആ ഓക്കെ അടുത്ത നെക്സ്റ്റ് ഓ ഇവൻ കൊറേ സാധനം അധികം മേടിച്ചിട്ടുണ്ട് കേട്ടാ. കാടോ അവന്റെ സൂപ്പർ മാർക്കറ്റിലായിരുന്നു കാട് സ്ക്രീനിൽ എടാ, അവിടെ ടൈപ്പ് ഗോകു ആണെങ്കിൽ ക്യൂ നിർത്തിക്കോ എന്ത് വേണം. സ്ക്രീനിൽ ആ എമൗണ്ട് ടൈപ്പ് ചെയ്യണ 15 അടി ലാഭം നമുക്ക് തന്നെ 7 സെന്റ് ലാഭം. ബിസിനസ് മാനായിട്ട് ചിന്തിക്കുക, നല്ലവനായിട്ട് നിക്കണ്ട. അത് പോയോ ഇതായോ? പിന്നെ ആയി $15 കിട്ടി. ഇല്ല അണ്ണ അടിച്ചത് തെറ്റാ 14 കൊമേടണം കൊമ 14 രൂപയ്ക്ക് 1000 രൂപ ബില്ലടിച്ചേക്കുന്നത്. അത് ഇതെന്താടാ ഗോകു, നിന്റെ കൗണ്ടറിൽ എത്ര പേരാടാ? അണ്ണാ ഞാൻ ഒരു ക്യാമറ ഒരു കൗണ്ടർ കൂടെ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഭയങ്കര തിരക്ക്. ഇല്ല ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ഇപ്പൊ പടവട അടിക്കുമല്ലോ. അപ്പുറത്തെ കൗണ്ടറൊക്കെ അണ്ണൻ പടപടേന്ന് അടിക്കുന്നുണ്ട്. പൈസ പൊട്ടിച്ചോണ്ട് പോയി. ഹലോ ഒരു സെക്കൻഡ്. $5 കൊണ്ടുപോകും, കുഴപ്പമില്ല ചേട്ടാ. ഓഫർ ഉണ്ട്. ഇവള് ആനക്കള്ളിയാണല്ലോടാ ഇവള്. ഇരിയാടി $5 ഒരു $6 കുഴപ്പമില്ല. കൊണ്ടുപോകും. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഓഫറാണ് സാർ. താങ്ക് യു സോ മച്ച്. എടാ സോഡ കൊറേ പേര് മറ്റേ ഇത് കോള കൊറേ പേര് മേടിക്കുന്നുണ്ട് കേട്ടാ. അതല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനല്ലേ ഫ്ലാഷ് ലൈൻ ഇട്ടത്. ചുമ്മാടാ കോള തീർന്ന എന്ത് ചെയ്യണം? കോള റീസ്റ്റോക്ക് സാധനം എടുക്കും. എടാ മറ്റേ പട്ടിക്കാട്ടം പോലത്തെ ജ്യൂസും കൊറേ പേര് മേടിക്കുന്നുണ്ട് കേട്ടാ. ഒട്ടല്ലേ വർക്കൗട്ടായി. അടന്റെ ബിസിനസ് വർക്കൗട്ടായി. സത്യം അതേ പറഞ്ഞ ഓഫർ കൊടുത്തത്. കോള ഇട്ട് ഇപ്പൊ പുതിയ സാധനം പറഞ്ഞ അരി ചാക്ക് ഇവരെന്തോ ഏത് നല്ല ക്യാഷ് ടീം കേട്ടാ. ഇവന്റെ അകത്തൊന്നും ഒരു 30 പോയാൽ അറിയത്തില്ല. 30 ക്യാഷ് 12 കൂട്ടിയടിക്കാൻ പറ്റൂല കേട്ടാ. കൂട്ടിയടിക്കാൻ പറ്റൂല കേട്ടാ. കറക്റ്റ് അടിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ നേരത്തെ നോക്കിയായിരുന്ന $2 നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. ക്യാഷ് തരുന്നതിനെ പറ്റിക്കാവേ. അതിപ്പോ എന്തൊരു പരിപാടി ഉണ്ട് ഇപ്പൊ പൈസ കൂട്ടാനുള്ള. മണി ടു റിട്ടേൺ. അയ്യോ $38 പറഞ്ഞ കാര്യം 36 ഉള്ളത് മേടിച്ചു കുടിച്ചിട്ട് പോട്ടെ. പിന്നെ ഇതെന്ത് ഇനി വെക്കാൻ സ്ഥലമില്ല ഇതില്. ഏതെങ്കിലും ഒരെണ്ണം വില്ലാട്ടെ. കൊണ്ടുപോ സോഡപ്പാക്ക് വെച്ചൊന്ന്. എന്റെ ഇല്ലാത്ത ബുദ്ധിയിലൊരു ഐഡിയ തോന്നുന്നു. എന്താണ് ഐഡിയ നിന്റെ? ഞാനേടാ കോളയുടെ വില അല്പം കൂട്ടി. എത്ര? $10. 10? എടാ ഒരിക്കലും പോവൂലടാ. അത് ഒരിക്കലും. അണ്ണാ അതിപ്പോ 20, 10, 30, $35. ഇതൊക്കെ ഓഫറാണ് സാർ. ഇനിയും വരണേ. അപ്പുറത്തെ കടയിൽ നിന്നും പോയി മേടിക്കല്ലോ. എല്ലാ പട്ടിക്കാട്ട സാധനങ്ങളാ അവിടത്തെ. കാർഡ് സാർ SBI യുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 5% ഞങ്ങൾ ഇങ്ങോട്ട് പിടിക്കും. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറയണം. കാർഡില്ലല്ലേ ഇതല്ലേ $10 ഇട്ടിട്ട് $9 വിൽക്കുന്നുണ്ട്. ഓക്കെ കാർഡ് 23 70. ഞാൻ ഇവിടെ ബില്ലിംഗ് ആണ്. ഇപ്പൊ കൗണ്ടർ ഫ്രീ ആവോ? ഇപ്പൊ മണി ടു റിട്ടേൺ 55 സെന്റ്. ഓ കോളൊക്കെ ആൾക്കാർ എടുത്തോണ്ട് പോകണ്ട. $5 $5 കോൾ എടുക്കുന്നുണ്ടോ ആൾക്കാര്? ഞാൻ $5.6 കോള ഇട്ടേക്കുന്നത്. പക്ഷെ ഇവിടെ കൗണ്ടറിൽ ഒരാൾ പോലും കോളായിട്ട് വരുന്നില്ല കേട്ടാ. അതിപ്പോ കൊണ്ടുവന്ന കണ്ണാപ്പിന്നെ ഇല്ല ഓവർ പ്രൈസ് കാണിക്കുന്നില്ല. കണ്ണാപ്പി ബാഗിലിട്ട് കൊണ്ടുവന്ന എന്താണ്? എടാ ഇവിടെ ആള് നിക്കുന്നില്ല. ഹലോ കടയടക്കോ? ഹലോ കട അടയ്ക്കണോ? വേണ്ട. നല്ല കച്ചവടമുണ്ട്. നല്ല കച്ചവടമുള്ള സമയം. ഒരു കോട്ടിട്ട കള്ളം വന്നിരിക്കുന്നേ. ഇവിടെ കോട്ടിട്ട കള്ളം വന്നിരിക്കുന്നേ. പിന്നെ സൂക്ഷിച്ചേ. കോട്ടിട്ട കള്ളനാ. അവൻ കൊറേ നേരിട്ട് എന്നെ നോക്കി നിൽക്കുന്നുണ്ടോ. സാധനം ഒന്നും മേടിക്കുന്നില്ല. വീശട്ടെ വേണ്ട കസ്റ്റമേഴ്സിന് തല്ലല്ലേ. ഓ ഇവിടെ ആരാളത്? ഇവിടെ വീട് മാറി വന്ന് ആരോ സാധനം മേടിക്കാൻ വന്നു. ഒത്തിരി സാധനം എടുത്ത് പൈസ. സോഡ ലെമൺ ടീ അളിയാ. ഞാൻ ലെമൺ ടീ ഒക്കെ അണ്ണ ലെമൺ ടീ മേടിക്കട്ടെ. ആൾക്കാർ അത് ലെമൺ ടീ ലെമൺ ടീ വാങ്ങി. $100.
വലിയ പൈസ. ഷുഗർ ഫ്രീ സോഡ ബോട്ടിൽ. അല്ല ആരെങ്കിലും പോവാണെങ്കിലേ ഞാനിവിടെ തൂലും പിടിച്ച് പോകണ്ട അടിക്കാൻ കേട്ടോ. പോയിട്ട് ഈ കാർഡ് സാർ ക്യാഷ് തരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ മാഡം? ഇത് 84. നമ്മള് ആവശ്യമില്ലാതെ ഒരു ഫ്രീസർ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഉപകാരവും ഇല്ല അതുകൊണ്ട്. സാധനവും ഇല്ല, വേറെ ഒന്നും വെക്കാനും പറ്റത്തില്ല. എടാ ഇത് ലെമൺ ടീ ഡ്രിങ്ക് വെക്കാൻ സ്ഥലമില്ല. എടുത്തോണ്ടോ നിക്കോ. എടാ ഗോകു, ആൾക്കാർ വേറെ ഗോകുവേ ഫ്രീസ് ആണോ? എന്റെ കൗണ്ടറിൽ എക്സിക്യൂട്ടീവ് ലുക്കിൽ ഒരു കള്ളം വന്നിട്ടുണ്ടേ. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ചൂലായിട്ട് വരുന്നുണ്ട് അങ്ങോട്ട്. ഞാൻ അവിടെ ചൂലായിട്ട് മാറിക്കറിപ്പുണ്ട്. എടാ ഇന്ത്യ ഇവൻ തന്നെ ഞാൻ പറഞ്ഞ കോട്ടിട്ട കള്ളണ്ട്. അതിപൻ തന്നെ തല്ലല്ലേ അവൻ കൈവെക്ക് കള്ളനാണോ നോക്കട്ടെ. തൂക്കുന്ന പോലെ നിപ്പുണ്ട് ഇവിടെ. അവന് വെച്ചു കൊടുക്കാം. ഗോകു എന്തൊക്കെ കാണണം ദൈവമേ. പൈസ ഒന്നോണ പൈസ ഒന്ന് നോക്കണം. അവനടുത്തേക്ക് പൈസ ഒന്ന് നോക്കണം. സാധനമായിട്ട് ഓടാനാ പ്ലാൻ. പൈസ അവ കാശോ കാണാമല്ലോ പറഞ്ഞ വെച്ചവൻ നോക്കിയാണ്. കണ്ണപ്പ എന്റെ കണ്ണ് കണ്ടോ? കാശൊന്ന് ഇറങ്ങിപ്പോയി. സാധനം ഒന്നും വാങ്ങിച്ചില്ലടാ. അവരെല്ലാം എന്നിപ്പുറത്ത് ഇടാ. ഞാൻ അടിക്കുന്ന റിയൽ കളറാണ്. നമ്മുടെ സാധനം ഒന്നൊന്നായി പൊഴിഞ്ഞു വീഴുന്നത്. അങ്ങനെ പൊഴിഞ്ഞു വീഴും, കള്ളന്മാരാണ് പൊഴിഞ്ഞു വീഴും കേട്ടാ. സാധനം വീണ് എടുത്തെടുത്തു. അണ്ണാ $5 വെച്ച കോള പടപടയിൽ വിറ്റ്. കോളെല്ലാം പോയോ? എന്താണ് വിചാരിച്ചതിനെ കുറിച്ച്? ഒരു 1 2 3 ചേച്ചി കൊണ്ടോ കൗണ്ടർ. എടാ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആ ഗ്രീസ് പോലത്തെ സാധനം ആൾക്കാർ നിറച്ചു കുടിക്കുന്നുണ്ട് കേട്ടാ. അതന്നെ അത് മൊത്തം വിറ്റുപോയി. എന്താ അത് വിറ്റുപോയി സാധനം. എന്താ ഇവനെ അയ്യോ ഇവന് 2 കുപ്പി വെള്ളമൊക്കെ പൈസ കൊടുക്കുന്നുണ്ടോ? അതോ പൈസ തന്നോണ്ടോ? പൈസ അവന് 1 രൂപ കൊടുക്കോണ്ട് വെയിറ്റ്. $1 ഒന്നുമില്ല. വാ ഇവള് അത്യാവശ്യം സാധനം മേടിച്ചിട്ടുണ്ടേ. കാട ഈ കാടുള്ളവരെ പറ്റിക്കാൻ പറ്റില്ലടാ. എണ്ണ എല്ലാരും വന്ന് ഈ ഷുഗർ ഫ്രീ സോഡ ഡെക്കാപ്പ് സോഡ ഒക്കെ ചോദിക്കുന്നത് എന്ത് ചെയ്യണം? ഇനിയിപ്പോ അത് നാളത്തേക്ക് ഇല്ല ഇന്നിന് സ്റ്റോക്ക് ചെയ്യണ്ട. കടയിലെ സാധനം എല്ലാം വിറ്റ് തീർക്ക്. നമുക്ക് നാളെ ഫ്രഷ് ആയിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് വെക്കാം. മനസ്സിലായ? എന്തോടാ സാമാർത്തി പിടിച്ചു വെച്ചേക്കുന്നത്? നിനക്ക് കൂടുതൽ തരാം പൊക്കോ. ഇതെന്താണ് ഈ ട്രേ? എന്താടാ ഇതെന്താ സംഭവം? അറിയത്തില്ല. ഒരു രീതി കൊണ്ടുപോകാൻ പറ്റും ആൾക്കാരെ? തിരിച്ചു കൊണ്ടുവെക്ക. തിരിച്ചെടുക്കാനുള്ള സാധനം. നെക്സ്റ്റ് തള്ളുണ്ടാക്കല്ലേ മാഡം. പെട്ടെന്ന് എടാ ഗോകുവേ. അല്ല ഒന്നുമില്ല. 1 4 പാസ്ത വെനീസ് ഒക്കെ തീർന്ന് അതൊക്കെ വന്ന് ആൾക്കാർ ചോദിക്കുന്നതാണ്. ചോദിക്കട്ടെ, കുഴപ്പമില്ല. എല്ലായിടത്തും പറ നമ്മള് കട ക്ലിയർ ചെയ്യോ, നാളെ പുതിയ സ്റ്റോക്ക് വരുമെന്ന് കേട്ടാ. വിളിച്ചോ കസ്റ്റമേഴ്സിന്? ഇല്ല കുഴപ്പമില്ല. കസ്റ്റമേഴ്സിന് നാളെ മാഡം ഇവിടെ തന്നെ വരണം. നമ്മൾ നാളെ പുതിയ സ്റ്റോക്കെല്ലാം വരുന്നുണ്ട്. നടക്കാൻ പോലും ആവത്തില്ല. ഓക്കെ. ഓ മാഡം ഇതിനുണ്ടോ ഉള്ളല്ലേ? മാഡത്തിനും ക്രെഡിറ്റ് കാർഡ്. ഇടത്തെ സൈഡ് ട്രെവറിനെ പോലെ ഒരു കള്ളൻ. മാഡത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. മൊത്തം $10 ആയിരുന്നു. മാഡം $6 തന്നാൽ മതി. താങ്ക് യു സോ മച്ച്. അത് പറഞ്ഞപ്പോഴേ ഓടിയാട്ടാ. ഇവനൊരു പാൽപ്പായസം ഒരു കഞ്ഞി മേടിച്ചു. ഡിസ്കൗണ്ട് ഇല്ല, അണ്ടിയില്ല, ബാക്കി ചില്ലറ ഒരു അടിയുണ്ട്. ഡിസ്കൗണ്ട് ഇല്ല, അടിയില്ല, ഒരു അടിയുണ്ട്. $39 കൊടുക്കോട്ടാ. ഞാൻ പറയട്ടെ, ഒട്ടുമിക്ക ഒരു ആവശ്യമില്ലാത്ത ഫ്രിഡ്ജ് മേടിച്ചു വെച്ചിട്ടുണ്ട്. എടാ നമ്മുടെ സ്റ്റോക്ക് അത്യാവശ്യം ക്ലിയർ ആയോ? കൊക്കക്കോളൊക്കെ പടപടയാതെ വിറ്റുപോയത് അണ്ണൻ കണ്ടില്ലേ? അത്
$5 മഴന്ന് വിറ്റു പോയി കൊക്കക്കോളൊക്കെ. ലാഭം നോക്കാം നമ്മളെ. കാസ്റ്റൊക്കെ തീർന്നു. 3 സെന്റ്. എന്റെ കടയാണ്. സൂര്യനാരായണ എങ്ങനെയുണ്ട് സർവീസ്? ഇറങ്ങടാ നായേ. സൂര്യനാരായണ എങ്ങനെയുണ്ട് സർവീസ്? ഇറങ്ങടാ നായേ എന്റെ കടയത്. കുറെ സാധനം മേടിച്ചു പൈസ തന്നോണ്ടാ. കുറെ സാധനം മേടിച്ചോട്ടോ. കാള തന്നെ കളല്ല. ഇപ്പൊ കള്ള എന്നാ എഴുതി വെച്ചാ ട്രെവറിനെ പോലെ ബാക്കി ഇരിക്കുന്നുണ്ട്. ഇവ മോട്ടിച്ചോണ്ട് പോകുന്നത് എന്തൊക്കെയുണ്ട്. കൗണ്ടർ ക്ലിയർ ആയി. അയ്യോ അത് സാധനം ഇല്ല, സ്റ്റോക്ക് വേണ്ടേ അതിന് വിറ്റുവാൻ. കൗണ്ടർ ക്ലിയർ അണ്ണാ ഞാൻ വന്നതിന് ലാസ്റ്റ് കസ്റ്റമർ ആണ്. ഫോൺ നമ്പർ മാഡം ഇന്ന് നമ്മുടെ ലാസ്റ്റ് കസ്റ്റമർ ആയതുകൊണ്ട് മാഡത്തിന് ഫ്ലാറ്റ് ടോട്ടൽ ബില്ല് വരുന്നത് $11 ആണ്. മാഡത്തിന് ഞാൻ അങ്ങോട്ട് $30 തരണം. പക്ഷെ ഞാൻ മാഡത്തിന് ഇന്ന് നമ്മുടെ ഇതായതുകൊണ്ട് റിമൈനിങ് ആയിട്ട് $50 തരുന്നുണ്ട്. മാഡം തരുന്നു. താങ്ക് യു സോ മച്ച്. നാളെ വരണേ. ബൈ. പോയിട്ടില്ലേ? ഇത് നോക്കിയാണ് ഇതെന്താ എന്ത് വെച്ചിട്ടാ ഇത് ആൾക്ക് കടയടച്ച് ഞാൻ ഡെപ്റ്റ് ക്ലിയർ ചെയ്ത് നോക്കിയാ നമ്മള്. എടാ ഇനി ആകെ 5000 ഡെപ്റ്റ് ഉണ്ടായിരുന്നത് നമ്മൾ 656 എത്തിച്ചു. ഞാൻ വന്നിട്ട് ഐശ്വര്യേ നാളെ കട ലാഭത്തിലോടും. സത്യത്തിൽ ഒറ്റ ലാഭത്തിൽ കട. ഫ്രാഞ്ചൈസി ലെവൽ 8 ആയി. ഇൻകം 2499. എടാ കണ്ട മണി ലോസ്റ്റ് ബിക്കോസ് ഓഫ് റോബേഴ്സ്. അത് 6 റോബേഴ്സ് മോഷണം ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ പിടിച്ച് റെന്റ് കോസ്റ്റ്, ഇലക്ട്രിസിറ്റി കോസ്റ്റ്, എംപ്ലോയി വേജസ്, അതർ കോസ്റ്റ്. കുഴപ്പമില്ല. ശമ്പളം തന്നില്ല അണ്ണാ. എടാ ഇത് ഈ ഹോസ്റ്റിൽ തന്നെ നാളെ കളിക്കാൻ പറ്റുമോ നമുക്ക്? മുട്ട ഉണ്ടാക്കാൻ പോയതാ. ഓക്കെ ലെറ്റ്സ് ഗോ. ഗോഗ എന്തിനാണ് അടിച്ചത്? ഞാൻ ബാക്കി നാളെ കളിക്കാം. 2:46